ഡോക്ടർ ജെ.കെസ് ഡയബി ടോക്സിലെ 10ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട്. 3 മുതൽ 9 വരെയുള്ള എപ്പിസോഡുകളിൽ പ്രമേഹ രോഗത്തിലെ ഭക്ഷണക്രമം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇതാണ് മെഡിക്കൽ ന്യൂട്രിഷൻ തെറാപ്പി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എപ്പിസോഡിൽ എങ്ങനെ ഭക്ഷണം ക്രമീകരിക്കാമെന്ന് പറഞ്ഞ് ഡയറ്റിനെ കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കാം. ഒപ്പം കാർബ് കൗണ്ട് അഥവാ കാർബോഹൈഡ്രേറ്റ് കൗണ്ട്, പോർഷൻ സൈസ് ഇവ എന്താണെന്നും ഏതൊക്കെ ഭക്ഷണം ഏത് സമയത്ത് എത്ര നേരം എത്ര അളവിൽ ഏത് ക്രമത്തിൽ എങ്ങനെ കഴിക്കണമെന്നും നോക്കാം. ശരാശരി ഒരു പ്രമേഹ രോഗിക്ക് 1500 മുതൽ 1800 വരെ കിലോ കലോറി ഊർജം ഒരു ദിവസം ആവശ്യമുണ്ട്. ഇതിൽ 50% കാർബോഹൈഡ്രേറ്റിൽ നിന്നും 20% പ്രോട്ടീനിൽ നിന്നും 30% ഫാറ്റിൽ നിന്നുമാണ് ലഭിക്കേണ്ടത്. ഈ 3 മാക്രോ ന്യൂട്രിയൻസിന്റെ ഓരോ ഗ്രാമിൽ നിന്നും ലഭിക്കുന്ന ഊർജം ഇനി പറയാം. കാർബോഹൈഡ്രേറ്റിൽ നിന്നും പ്രോട്ടീനിൽ നിന്നും 4 കലോറി വീതവും ഫാറ്റിൽ നിന്ന് 9 കലോറിയും ഊർജം ലഭിക്കും. എന്താണ് കാർബ് കൗണ്ട് എന്ന് നോക്കാം. കഴിക്കുന്ന മീൽസിലും സ്നാക്സിലും ഡ്രിങ്ക്സിലുമായി എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന് കണക്കാക്കുന്നത്. നേരത്തെ പറഞ്ഞ 50% കാർബോഹൈഡ്രേറ്റ് അധികരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പലരും കരുതുന്ന പോലെ ധാന്യങ്ങളിൽ മാത്രമല്ല കാർബ്സ് അടങ്ങിയിട്ടുള്ളത്. പൊട്ടറ്റോ, കോൺ മുതലായ സ്റ്റാർച്ചി വെജിറ്റബിൾസിലും പഴങ്ങൾ, പയർവർഗം, പാൽ, തൈര്, പിന്നെ ബേക്കറി ഫുഡ് ഇവയിലെല്ലാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇനി പോർഷൻ സൈസ് എന്നത് ഓരോ ന്യൂട്രിയൻസിൻ്റെയും അളവാണ്. 15 ഗ്രാമാണ് കാർബ്സിൻ്റെ ഒരു സെർവിങ് സൈസ്. അതുപോലെ മുഷ്ടി ചുരുട്ടിയ കൈയാണ് അളക്കുന്നതിനുള്ള മറ്റൊരു രീതി. ഇപ്രകാരം അളക്കുകയും എണ്ണുകയും ചെയ്യുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ മൈ ഹെൽത്തി പ്ലേറ്റ് എന്നത് എല്ലാവർക്കും എളുപ്പം ചെയ്യാവുന്നതാണ്. ഒരു 10 ഇഞ്ച് ഡയമീറ്റർ ഉള്ള പ്ലേറ്റിൽ പകുതി ഭാഗം, അതായത് 50% നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ്, 1/4 ഭാഗം അതായത് 25% പ്രോട്ടീൻ, ബാക്കി 25% കാർബോഹൈഡ്രേറ്റ്. എന്ത് കഴിക്കണം? ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ കഴിക്കാമെന്ന് പറഞ്ഞവയിൽ നിന്നും ശീലിച്ചതനുസരിച്ച് ഇഷ്ടമുള്ളവ ഉൾപ്പെടുത്താം. 2. എത്ര പ്രാവശ്യം കഴിക്കണമെന്ന് നോക്കാം. ഒരു 5 മണിക്കൂർ ഇടവിട്ട് ആവശ്യമായ മുഴുവൻ കലോറിയുടെ ഭക്ഷണം 3 നേരമായി കഴിക്കുന്നതാണ് നല്ലത്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പ്രധാന ഭക്ഷണങ്ങളായി കഴിച്ച് ഒരു ചെറിയ അളവിൽ മാത്രം അത്താഴം കഴിക്കണം. കാർബ്സിന്റെ അളവ് 25% മതിയാകാത്തവർ, അതായത് വിശപ്പ് തീരാത്തവർ 11 മണിക്കും 4 മണിക്കുമായി അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കേണ്ടതാണ്. ഇത് അവശേഷിച്ചിട്ടുള്ള ഇൻസുലിനെ കൊണ്ട് ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇതിനെ സ്മാൾ ഫ്രീക്വന്റ് മീൽസ് എന്ന് പറയും. 3. ഏത് സമയത്താണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണർന്ന് 3 മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം. ലേറ്റായ ഭക്ഷണക്രമം ശരീരഭാരം കൂടുന്നതുൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടതിനാൽ രാത്രി 7 മണിക്കുള്ളിൽ ലഘുവായ അത്താഴം കഴിച്ച് അത് ദഹിക്കുന്നതിനായി
3 മണിക്കൂറെങ്കിലും സമയം കൊടുത്തുകൊണ്ട് 10 മണിയോടെ ഉറങ്ങുന്നതാണ് നല്ലത്. 4. ഇനി ഏത് ക്രമത്തിലാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. സറ്റൈറ്റി കൂട്ടി ദഹനം കുറയ്ക്കുന്നതിനായി ആദ്യം വെജിറ്റബിള്, രണ്ടാമത് പ്രോട്ടീൻ, അതിനുശേഷം മാത്രം കാർബ് എന്ന ക്രമത്തിലാണ് കഴിക്കേണ്ടത്. 5. എങ്ങനെ കഴിക്കണം എന്ന് നോക്കാം. വളരെ നിയന്ത്രിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിലെ മുഴുവൻ ന്യൂട്രിയൻസും ആഗിരണം ചെയ്യുന്നതിന് വായിൽ വെച്ച് നന്നായി ചവച്ച് ദ്രാവക രൂപത്തിലെത്തിയ ശേഷം ആഹാരം ഇറക്കുന്നതാണ് നല്ലത്. ധാരാളം വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ച് ദഹനരസത്തെ നേർപ്പിക്കുന്നതിന് അനുവദിക്കരുത്. ഭക്ഷണശേഷം ആവശ്യത്തിന് വെള്ളം കുടിക്കാവുന്നതാണ്. അതായത് ഇപ്പോഴത്തെ ശീലങ്ങളെ ഒന്ന് മാറ്റി പിടിച്ചാൽ പ്രമേഹം നിയന്ത്രിക്കാം എന്ന് മാത്രമല്ല, അതിനെ ഇല്ലാതെയാക്കാം. അതായത് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ്, അതിനുള്ള സാധ്യത പോലും ഉള്ളതിനാൽ അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചുകൂടെ. ഇനി എല്ലാ പ്രമേഹമുള്ളവരും ഉറ്റുനോക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡായ ഡയബറ്റീസ് റിവേഴ്സൽ, ഡയബറ്റീസ് റെമിഷൻ അഥവാ പ്രമേഹ രോഗം ഇല്ലാതെയാക്കി മരുന്നുകൾ നിർത്തി മുന്നോട്ടു പോകാൻ കഴിയുമെന്ന പുതിയ പഠന വെളിപ്പെടുത്തലുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.